ഹായ് ഹലോ ഫ്രണ്ട്സ്, പ്രൈമ വിസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ മലയാളം ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇൻ ദ ഗിവൺ ബിലോ സെൻറ്റൻസ് നെയ്തർ ഓഫ് ദം ഡാഷ് മീ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലവ്സ് ആണ്. ഓക്കെ, നെയ്തർ ഓഫ് ദം ലവ്സ് മീ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹി സെഡ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി, ഹി ടോൾഡ് ഹിസ് അങ്കിൾ ദാറ്റ് ഹി ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹി സെഡ് വരുന്നത് ഹി ടോൾഡ് ഹിസ് അങ്കിൾ ദാറ്റ് ഹി ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻ്റ് ആണ്. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. ഓപ്ഷൻ സി, ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസിനെ സൂപ്പർലേറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓഫ് ആൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദി ഫാസ്റ്റസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൺ ബിലോ. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഓവർ ആണ്. ഓക്കെ, ഓവർ ആണ്. ദ ബർഗ്ലർ ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വാൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. 85ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. ഓക്കെ, ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സിൻ്റെ ഇഡിയം വരുന്നത് ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ സംതിങ് ആണ്. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂറ്റബിൾ ആർട്ടിക്കിൾസ് ആണ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐഡ് ബെഗർ. ആൻസർ ഏതാ? ഓപ്ഷൻ ബി, ദ കോമ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവേഷൻ ഗിവൺ ബിലോ. AM. ഓക്കെ, AMൻ്റെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആൻറ്റി മെരീഡിയം ബിഫോർ മിഡ് ഡേ ആണ്. ഓക്കെ, ബിഫോർ മിഡ് ഡേ ആൻറ്റി മെരീഡിയം ആണ് AMൻ്റെ മീനിങ് ഓഫ് ദ അബ്രിവേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സിനോണിം ഫോർ ദ വേർഡ് ഫേർഡ്. ഓക്കെ, ഫേർഡിൻ്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. 88 ഓപ്ഷൻ സി ആണ് ആൻസർ ഇടുക. ഓക്കെ, കോറലാണ്. ഓക്കെ, കോറലാണ് ഫേർഡിൻ്റെ സിനോണിം. ഫേർഡ് എന്ന് പറഞ്ഞാൽ കോറലാണ്. ഓക്കെ, വഴക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ്. The germ is too small to be seen with a naked eye. Okay, rewrite the following sentence using so that the germ is too small to be seen with a naked eye. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, the germ is so small that it cannot be seen with a naked eye. Okay, the germ is so small that it cannot be seen with a naked eye ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The germ is too small to be seen with a naked eye ആൻസർ വരുന്നത് the germ is so small that it cannot be seen with a naked eye ആണ്. അടുത്ത ചോദ്യം, find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. Okay, a feeling of shyness or embarrassment that stops you from doing or saying what you really want. ആൻസർ ഏതാ? 90ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻഹിബിഷൻ ആണ്. ഓക്കെ, ഇൻഹിബിഷൻ ആണ് എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബറാസ്മെൻറ്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് മലയാളം നോക്കാം. ഓക്കെ, 91, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ഓക്കെ, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. 91 ആൻസർ വരുന്ന ഓപ്ഷൻ സി, വിദുഷിയാണ്. ഓക്കെ, വിദ്വാൻ വിദുഷിയാണ്. വിദ്വാൻ വിദുഷി. ഓക്കെ, മാറിപ്പോലെ വിദ്വാൻ വിദുഷിയാണ്. അടുത്ത ചോദ്യം, അശ്വത്ഥം. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അറിയാൽ
ബി കാറ്റ്, സി മുറ്റം, ഡി മാളിക. ആൻസർ ഏതാ? ഓപ്ഷൻ എ അരയാലാണ് ആൻസർ ആയിട്ട്. ഓക്കെ, അരയാലാണ്. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥം. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാലാണ്. ഓക്കെ, അശ്വത്ഥം, അരയാൽ. അടുത്ത ഒറ്റപ്പദം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അറിയാനുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി ജിജ്ഞാസയാണ്. ഓക്കെ, ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ഓക്കെ, അടുത്ത വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. സ്വകീയം. സ്വകീയത്തിൻ്റെ വിപരീത പദം വരുന്നത് ഓപ്ഷൻ ബി പരകീയമാണ്. ഓക്കെ, സ്വകീയം, പരകീയം. അടുത്ത് പിരിച്ചെഴുതാനാണ് പടക്കളം. ഓപ്ഷൻ സി പട പ്ലസ് കളമാണ്. ഓക്കെ, ഓപ്ഷൻ സി പട പ്ലസ് കളമാണ് പടക്കളം. ഓക്കെ, അടുത്ത് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക. ഓക്കെ, ഭീഷണിപ്പെടുത്തുകയാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഭീഷണിപ്പെടുത്തുകയാണ്. ഓക്കെ, ഭീഷണിപ്പെടുത്തുക. ഓക്കെ, അടുത്ത് ശരിയായിട്ടുള്ള വാക്യം കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ബി ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. സി ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതെയായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ഡി ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാത്തതുകൊണ്ട്. ആൻസർ ഏതാ? 97 ആൻസർ സി ആണ്. ആൻസർ ബി ആണ് ആൻസർ ആയിട്ട്. ഒരിക്കലും ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത് ചേർത്ത് എഴുതാനാണ് നല് പ്ലസ് നൂല് വരുന്നത് ഓപ്ഷൻ എ നന്നൂലാണ്. ഓക്കെ, നല് പ്ലസ് നൂല് വരുന്നത് ഓപ്ഷൻ എ നന്നൂലാണ്. അടുത്ത് 99ാമത്തെ ചോദ്യമാണ്. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ചോദിക്കുന്നത് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയാം. ഓക്കെ, ഇവിടെ പര്യായ ശബ്ദം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലാത്തത് മാവെന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാ? ചൂതം, വരകം, ആമ്രം, രസാലം ഉണ്ട്. ആൻസർ ഏതാ? 99 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, വരകമാണ് മാവെന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചൂതം, ആമ്രം, രസാലം എന്ന് പറയുന്നത് മാവിൻ്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക, വരുന്ന എക്സാമിന് ചോദിക്കാം. ഈ മാവിൻ്റെ പര്യായ പദങ്ങളാണ് ചൂതം, ആമ്രം, രസാലം. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്. ശരിയായിട്ടുള്ള പദം കണ്ടെത്താൻ. ആൻസർ ഏതാ? ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കവയിത്രിയാണ്. ഓപ്ഷൻ ഡി കവയിത്രി. ഓക്കെ, മലയാളത്തിലെ 10 ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്